ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് നല്ലൊരു പാവയ്ക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ചീനച്ചട്ടി എടുത്ത് സ്റ്റൗവിൽ വെച്ചു. സ്റ്റൗ ഹൈ ഫ്ലെയിമിലാണ്. ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് മൂപ്പിക്കാൻ പോവാണ്. ഇപ്പോൾ ഈ ചീനച്ചട്ടി അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇനി എണ്ണ ഒഴിക്കുവാണ്, വെളിച്ചെണ്ണ. നമ്മളൊരു 2-3 പാവയ്ക്ക എടുത്തിട്ടുള്ളത്. കടുക് പൊട്ടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് എണ്ണ ഒഴിച്ചു. 1/4 സ്പൂൺ കടുക് ഇടുവാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മളിനി ചേർത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, തേങ്ങ, പിന്നെ കരിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കിയെടുക്കും. കടുക് നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. വേണമെങ്കിൽ മാറി നിന്നോണം, അല്ലെങ്കിൽ നമ്മുടെ മേത്തോട്ടൊക്കെ പൊട്ടിത്തെറിക്കും. ഞാൻ ഒത്തിരി ഒന്നും ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാരണം വലിയ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും ബാക്കി സാധനങ്ങളും ചേർക്കുവാണ്. ഇതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കുണ്ട്, 2 പാവയ്ക്ക, പിന്നെ കറിവേപ്പില, തേങ്ങ, ചെറുള്ളി, ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത്തിരി വെള്ളവും, അതേപോലെ തന്നെ പിന്നെ എന്നതായിരുന്നു, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വെക്കും. നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണ്. ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അതെൻ്റെ അമ്മയും ഫ്രണ്ട്സുമാണ്. അവരവിടെ ചില്ല് ചെയ്യുവാണ്. സോ അവരവിടെ നോയ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോയ്ക്ക്. പ്ലീസ് എക്സ്ക്യൂസസ്. ഓക്കെ, നമ്മളിനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരല്പം വെള്ളം കൂടെ തളിച്ച് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കും. തട്ടിപ്പൊത്തി വെക്കും. അതിനുശേഷം ഇത് മൂടി വെക്കും. ഒരു 5 to 10 minutes അങ്ങനെ മൂടി വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പാവയ്ക്ക തോരൻ റെഡി.